നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പഞ്ചമസ്കന്ധം 5-ാമത്തെ അധ്യായം ഋഷഭ ഉപദേശം. ഭഗവാൻ ധാരാളം യാഗമൊക്കെ ചെയ്ത് പുത്രന്മാരെയും ജനങ്ങളെയും ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കുമായിട്ട് എല്ലാം വീതിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു യാഗത്തിൻ്റെ സത്രത്തിൽ വെച്ചിട്ട് ഉപദേശിക്കുന്നതായിട്ടുള്ള രംഗമാണ് ഋഷഭ ഉപദേശം 5-ാമത്തെ അധ്യായം. എല്ലാവരോടും പറഞ്ഞത് സുഖമല്ല വേണ്ടത്, സച്ചിദാനന്ദത്തെ നേടുകയാണ് വേണ്ടത്. അതിന് സത്സംഗം നേടണം, ഭഗവാന്റെ കഥ കേൾക്കണം, ഭഗവാനെ ഭജിക്കണം, ഭഗവാനെ ഭജിപ്പിക്കണം. കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത്, മക്കൾ. അപ്പോൾ അവർ ക്ഷത്രിയരാണ്. അപ്പോൾ അവരോടങ്ങനെ പറയുമ്പോൾ രക്ഷിതാക്കൾ കേൾക്കും. രക്ഷിതാക്കളുടെ കുട്ടികളുണ്ടാവില്ല. അപ്പോൾ അവരെയും ഇതേപോലെ ഭജിപ്പിക്കണം. അവനവൻ്റെ കർത്തവ്യം മുഴുവൻ നിറവേറ്റണം. അതേപോലെ കർമ്മയോഗിയായിട്ട് സ്വകർമ്മം മുഴുവൻ ചെയ്യണം. കർമ്മയോഗിയാവണം, അതായത് കർമ്മം ചെയ്യണം, കർമ്മത്തിൻ്റെ ഫലവും ഭഗവാന് സമർപ്പിക്കണം. അപ്പോൾ ഫലം ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഒടുക്കം തന്നിലൊന്നും ബാക്കിയില്ലാതെ പുണ്യമില്ല പാപമില്ല, അങ്ങനെ ഒരവസ്ഥയിലേ മുക്തി കിട്ടുള്ളൂ. അപ്പോൾ അതിന് പ്രേരിപ്പിക്കുകയാണ് ഈ ഉപദേശം വഴി. ഭഗവാൻ ഈ ഉപദേശമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം രാജ്യം ഭരതന് കൊടുത്തതിൻ്റെ ശേഷം സന്യസിച്ച് അവധൂതനായിക്കൊണ്ട് പരമഹംസ പദവിയിൽ ഒരു തീവ്ര പരിവ്രാജകൻ എന്ന ഒരു രീതിയിലാണ്. ഒന്നും ശ്രദ്ധയില്ല, പ്രപഞ്ചമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ അതേപോലെ ഈ കാക്കയെ പോലെ പെരുമ്പാമ്പിനെ പോലെയൊക്കെ ജീവിച്ച് കാണിക്കുകയും ചെയ്തു. പിന്നെ ഈ കരിങ്കല്ല് വായെ പിടിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, നഗ്നനായിക്കൊണ്ട് നടക്കുക, മലമൂത്ര വിസർജനങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ കണ്ട് അത് വിസർജനമാണെങ്കിൽ പോലും അതിന് സുഗന്ധമാണ്. 10 യോജന ദൂരത്തിലൊക്കെ ഇതിൻ്റെ സുഗന്ധം പരന്നിരുന്നു. അപ്പം അതിന് ഭഗവാൻ തന്നെ പറയുന്നതായിട്ടുള്ള വാക്ക്, ഞാൻ ഈ ദേഹമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പഞ്ചഭൂതാത്മകമായിട്ടുള്ള ദേഹമല്ല, ശുദ്ധസത്വമാണ്. അതുകൊണ്ടാണ് എന്നിൽ നിന്ന് ഈ സുഗന്ധത്തെ ഈ പ്രകാരത്തിൽ വരുന്നത് എന്ന് ഭഗവാനെ തന്നെ ഉദാഹരണമായിട്ട് കാണിച്ചു തന്നുകൊണ്ടാണ് ബോധവാന്മാരാക്കുന്നത് നമ്മളെ. അപ്പം അത്രയും പ്രാധാന്യമുണ്ട് ഋഷഭ ഉപദേശത്തിന്. അത് ഋഷഭചരിതം വരുന്നത് 3-ാമത്തെ അധ്യായം മുതൽ 6-ാമത്തെ അധ്യായം കൂടി 4 അധ്യായങ്ങളിലായിട്ടാണ്. പഞ്ചമസ്കന്ധത്തിൽ 4 അധ്യായം. അപ്പോൾ മനുവിൻ്റെ പുത്രൻ, മൂത്ത പുത്രനാണ് പ്രിയവ്രതൻ. പ്രിയവ്രതൻ്റെ മൂത്ത പുത്രനാണ് അഗ്നിധ്രൻ. അഗ്നിധ്രൻ്റെ മൂത്ത പുത്രനാണ് നാഭി. നാഭിയുടെ മൂത്ത പുത്രനാണ് ഋഷഭൻ. ഋഷഭൻ്റെ മൂത്ത പുത്രനാണ് ഭരതൻ. ഇങ്ങനെ ഒരു വംശപരമ്പരയെ വർണ്ണിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഋഷഭൻ അവതാരമായിരുന്നു, മകനും അതേപോലെ തന്നെ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു 4 അധ്യായത്തെ നമുക്ക് ഒന്ന് പാരായണം ചെയ്യാം. ഋഷഭ ഉപദേശം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 5-മസ്കന്ധം 3-ാം അധ്യായം. അത് ഭാഗവതത്തിലെ 96-ാമത്തെ അധ്യായമാണ്. ഋഷഭ അവതാരം. ഓം. നാഭീഭരിച്ചു അജനാഭം വേണ്ടപ്പോൾ എല്ലാ പ്രജകളും ദേവകളും മറ്റു സർവരും തുഷ്ടരാണെങ്കിലും നാഭിക്ക് പുത്രരില്ല മേരുദേവിയിൽ ദുഃഖിതൻ. ഭക്തരായി യജ്ഞപുരുഷൻ്റെ പ്രീതിക്കായി അർപ്പിത യാഗത്തിൽ പ്രത്യക്ഷനായി ഹരി. 4 തൃക്കൈകളിൽ ശംഖുചക്ര ഗദ പത്മവും മാറിൽ വനമാല കൗസ്തുഭം.
മഞ്ഞവസനൻ കിരീടവും കുണ്ടലം മോതിരം കങ്കണം തോൾവള ഇങ്ങനെ സർവാഭരണ വിഭൂഷിതനെ കണ്ട് ഹോതാക്കളൊത്തു നമിച്ചു വാഴ്ത്തി നൃപൻ. ദാസരാം ഞങ്ങൾ തൻ പൂജയെ കൈക്കൊണ്ട് പ്രത്യക്ഷനായ ഹരിയെ അറിയുവാൻ മുഗുണം ബാധിച്ച ആർക്കു കഴിഞ്ഞിടും പ്രാകൃതരല്ലേ ഹരേ വിഷ്ണുപാലക. നാമലീലാഗുണം വർണ്ണിച്ചു ചൊല്ലിയും വേദത്തെ കീർത്തിച്ച് ചെയ്യാം നമനവും ആർദ്രമനസ്കരായി ചെയ്യുന്ന ഭക്തർക്ക് നൽകും ഹിതം ഭഗവാനായി നമോ നമ. ശ്രേഷ്ഠം നികൃഷ്ടം ചെറുതും വലുതുമായി ജ്ഞാനിയും അജ്ഞാനി കാമി നിഷ്കാമരും ചെയ്യുന്ന കർമ്മങ്ങൾ പൂജയായേറ്റുടൻ നൽകും വരം സുഖദുഃഖം ഫലങ്ങളായി. സത്യത്തിൽ ദർശനം തന്നെ വരം ഹരേ, പിന്നെയുണ്ടോ ഭവം ഏതൊരു ജീവനും. വൈരാഗിയായി രാഗദ്വേഷം നശിച്ചവർ ആത്മത്യർ ഭക്തർ അനന്യ ശരണരായി ആശ്രയിക്കുന്നു ഹരിയെ സദാ മുത. വീഴുമ്പോൾ കോട്ടുവ തുമ്മൽ വിശപ്പിലും ദുഃഖിതർ ക്ലേശം സഹിക്കുവോർ അന്ത്യവും. ഇങ്ങനെ ശ്രീഹരി നാമം ജപിക്കലും ഹാസമായോ പേരു ചൊല്ലി വിളിക്കിലോ അങ്ങയെ തന്നെ സ്മരിക്കുമീ ഭക്തനാം. നാഭിക്കവീടുത്തെ പോലൊരു പുത്രനെ നൽകേണമെന്നോതി ഹോതാക്കൾ സാദരം. മായാജയം ആർക്കു സാധ്യമീ നാഭിയും പുത്രകാമൻ തന്നെ കാരുണ്യവാരിധേ. നിസ്സാര കാര്യത്തിനങ്ങയെ എത്തിച്ച തെറ്റു പൊറുക്കണേ യാഗഫലത്തിനാൽ. വിഷ്ണുവേ നാഭി നമിച്ചു സാഷ്ടാംഗമായി തുഷ്ടനായോതി ഹരി വിപ്രർ കേൾക്കുവാൻ. നിങ്ങൾ തൻ വാക്കുകൾ സത്യമാകും എന്നും എന്നോടു തുല്യനീ ഞാൻ മാത്രമാകയാൽ ഞാൻ തന്നെ നാഭിക്ക് പുത്രനായി വന്നിടാം എന്നോതി പിന്നെ മറഞ്ഞുപോയി ശ്രീഹരി. മേരുദേവി തന്നിൽ വന്നു ഋഷഭനായി നാഭിക്കും ലോകർക്കും തുഷ്ടിയേകാൻ സ്വയം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്കന്ധം 5 അധ്യായം 3 സമാപ്തം. ഗോവിന്ദ ഗോവിന്ദ. അധ്യായം 4. ഋഷഭദേവൻ്റെ ഈ അവതാരം ഋഷിമാരാൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഋഷിമാർക്ക് ഭഗവാനെ കണ്ടത് തന്നെ വരമാണ് എങ്കിലും ലോകരീത്യാ ചില നിയമങ്ങൾ കടമകൾ അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ രാജാവിനെ സഹായിക്കേണ്ടത് ബ്രാഹ്മണൻ്റെ ഉത്തരവാദിത്തമാണ്, അതേപോലെ തന്നെ തിരിച്ചും. അപ്പോൾ ആ സഹായം ഇവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാനെ നന്നായിട്ട് യാഗപൂജാദികളെ കൊണ്ട് തൃപ്തനാക്കിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു. ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. വരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അങ്ങേക്ക് തുല്യനായിട്ടൊരു പുത്രനെ ഈ രാജാവിന് കൊടുക്കണേ എന്നാണ്, നാഭി രാജാവിന് കൊടുക്കണേ എന്നാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് തുല്യൻ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ അവതരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവതരിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഈ ശ്രേഷ്ഠത കണ്ടുകൊണ്ട് എല്ലാവരും ഋഷഭൻ എന്ന് പേരിടുകയും ചെയ്തു നാഭി. അപ്പോൾ എല്ലാവർക്കും അത്യധികം ഇഷ്ടതയോട് കൂടിയിട്ട് ഭഗവാന്റേതായിട്ടുള്ള ഓരോ ചെറിയായാലും വേണ്ടില്ല, കളിയായാലും വേണ്ടില്ല, അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കലായാലും വേണ്ടില്ല, അതൊക്കെ വല്ലാത്തൊരു ആകർഷകം ആയിരുന്നു. 3 വയസ്സേ ആയിട്ടുള്ളൂ, 2.5-3 വയസ്സേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഇന്ദ്രന് ഇപ്പം തന്നെ എങ്ങനെയാച്ചാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവുമോ എന്ന് സംശയമായി. അതെന്നാൽ ഭഗവാൻ ഇങ്ങനെ അവതരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എത്രത്തോളം ഈ കഴിവോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്, തൻ്റെ ഈശ്വരത്വം എത്രത്തോളം കൊണ്ടുവന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മഴ പെയ്ച്ചില്ല ഈ അജനാഭം എന്നുള്ള ഭൂമിയിൽ. അപ്പോൾ ഋഷഭൻ ഇത് മനസ്സിലാക്കി തൻ്റെ യോഗശക്തി കൊണ്ട് മഴ വേണ്ട പോലെ പെയ്ച്ചു. ഇത് കണ്ടപ്പോൾ ഇന്ദ്രന് പേടിയായി. വേഗം ഒറ്റയ്ക്ക് വന്ന് നമസ്കരിച്ചു, ആരും കാണാത്തൊരു സ്ഥലത്ത്. ഒപ്പം മകളെ കൊണ്ടുവന്നായിരുന്നു ജയന്തി. ജയന്തിയെ വധുവായിട്ട് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ വധുവായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇന്ദ്രനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. പിന്നെ വിദ്യാഭ്യാസവും മറ്റേ ബാലലീലയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ വിദ്യാഭ്യാസമൊക്കെ. ഉപനയനം എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് ആ സമയം വന്നു കഴിഞ്ഞപ്പോൾ
വിവാഹം കഴിച്ചു. അതിൽ 100 പുത്രന്മാരുണ്ടായി. ജയന്തിയിൽ ഋഷഭന്. മൂത്ത പുത്രൻ ഭരതൻ. പിന്നെ ഒരു 9 പേര് ക്ഷത്രിയരായിട്ട് വളർന്നു. പിന്നെ ഒരു 9 പേര് സനകാദി മഹർഷിമാരെ പോലെ പരിവ്രാജകരായിക്കൊണ്ട് നവയോഗികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ 81 പേര് ബ്രാഹ്മണ വൃത്തിയിലാണ് ജീവിച്ചത്. അവർ ബ്രാഹ്മണരായിട്ട് തീർന്നു. ഋഷഭദേവൻ്റെ ഭരണകാലത്ത് രാമരാജ്യം പോലെ എല്ലാ ഋതുക്കളും വേണ്ട രീതിയിൽ ഗുണഫലങ്ങളെ മുഴുവൻ കൊടുത്തു. എല്ലാവർക്കും എപ്പോഴും സുഖം അത് പ്രദാനം ചെയ്തു. ഈ ഋഷഭചരിതം ശരിക്കൊരു ഭാഗവതമാക്കാനുള്ളതുണ്ട്. ശ്രീകൃഷ്ണനെ പോലെ പറയാനുള്ളതുണ്ട്. അപ്പോൾ 2 ഭാഗവതം അങ്ങനെ വയ്യല്ലോ, ഒന്നല്ലേ വേണ്ടൂ. അങ്ങനെയാണ് കൃഷ്ണനെ ആക്കിയിട്ടുണ്ടാവുക. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ ഋഷഭദേവൻ്റെ അവതാര കഥയ്ക്ക്. ജനിച്ച് 4 ആശ്രമങ്ങളും കഴിഞ്ഞ് അവധൂത ആശ്രമം കൂടി കഴിഞ്ഞിട്ടാണ് ഭഗവാൻ സ്വയമേവ തന്നെ അഗ്നിയിലേക്ക്, കാട്ടുതീയാകുന്ന ആ വലിയ പഞ്ചമഹാഭൂതത്തിൻ്റെ അംശത്തിലേക്ക് സ്വയമേവ ചെന്ന് ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു അത്യത്ഭുതമായിട്ടുള്ളൊരു അവതാര, ഒരു ശ്രീരാമാവതാരം പോലെ മുഴുവനായിട്ട് ജനിച്ച് വളർന്ന് വിലയം പ്രാപിക്കുന്നത് വരെ അതിൻ്റെ ഇടയ്ക്കുള്ള പല കാര്യങ്ങളും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് തന്നെ ഒരു രാമായണമാക്കാം, ഋഷഭചരിതം അതൊരു മറ്റേ ഇതിഹാസമാക്കാം, അതിനുള്ളുണ്ടെന്ന് സാരം. പക്ഷേ ഭാഗവതത്തിൽ അത് ഒരു 4 അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞു. പിന്നെ ആ വംശം അതായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ 15ാമത്തെ അധ്യായം വരെ അത് അങ്ങനെ ഈ പഞ്ചമത്തിൽ വിസ്തരിച്ചിരിക്കണം. ഇനി നമുക്ക് കഥ കേൾക്കാം. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പഞ്ചമസ്കന്ധം അധ്യായം 4. ഓം ഈശ്വരീയത്വം ജനിച്ചപ്പോഴേ ഹരി കാട്ടിക്കൊടുത്തു അണേമാതിസിദ്ധിയും ശാന്തം സമം സ്നേഹം വൈരാഗ്യവും തഥാ കണ്ടു ജനം ഏറെ മോഹിച്ചു ഉണ്ണിയിൽ. വേഗം വളർന്നിട്ട് രാജാവായി തീരുവാൻ തേജസ്സും ഓജസ്സും ഉത്സാഹവും കൊണ്ട് ശ്രേഷ്ഠൻ ഋഷഭനായി പേരുമിട്ടു പിതാ. അപ്പോഴേക്കും ഇന്ദ്രനാഥിയായി ദ്വേഷവും തൻ്റെ സ്ഥാനം നിലനിർത്താൻ ഋഷഭനെ ഒന്നു ഞെരുക്കുവാൻ പിൻവലിച്ചു മഴ. കാര്യമറിഞ്ഞു ഭഗവാൻ ഋഷഭനും യോഗപ്രഭാവത്താൽ പെയ്യിച്ചു നന്മഴ. തെറ്റു മനസ്സിലായി പശ്ചാത്തപിച്ചിന്ദ്രൻ വന്നു ഋഷഭനെ കാണാൻ ഭയന്നുടൻ. വാഴ്ത്തി സ്തുതിച്ചും ജയന്തിയെ നൽകിയും മാപ്പിനായി കേണു തടി തപ്പി ശക്രനും. പുത്രൻ്റെ നന്മകൾ കണ്ടു സുഖം പൂണ്ടു നാഭീജനം ജീവജാലങ്ങളൊക്കെയും. പിന്നെ ഋഷഭനെ രാജാവാക്കി നൃപൻ എത്തി ബദരിയിൽ ചെയ്തു നാഭീതപം. ബദരിയിൽ ചെയ്തു നാഭീതപം. പത്നിയോടൊത്തെത്തി വൈകുണ്ഠം തന്നിലായി വാഴ്ത്തി ജനം സദാ വാനോളം നാഭിയെ. ബ്രാഹ്മണ ഭക്തൻ പ്രജാസ്നേഹതൽപരൻ യാഗപൂജാദികൾ നിഷ്കാമം ചെയ്കയാൽ പുത്രനായി വന്നു ഹരി സ്വയം ഭാഗ്യമായി. വിദ്യ പഠിപ്പിച്ചു പുത്രനെ വേണ്ട പോൽ ചെയ്തു സമാവർത്തനം. പിന്നെ വേളിയും സന്തുഷ്ടനായി കാട്ടിൽ ചെന്നിട്ടു മുക്തനായി. ഉണ്ടായി ഋഷഭന് പത്നി ജയന്തിയിൽ 100 പുത്രർ കേമർ ആദ്യം ഭരതനും. 9 ക്ഷത്രിയർ 9 യോഗികൾ ബ്രാഹ്മണ വൃത്തരായി 81 പേർ. ആത്മജ്ഞരാം കവി അന്തരീക്ഷൻ ഹരി പിപ്പലായനൻ പിന്നെയുണ്ടായി പ്രബുദ്ധനും. ആവിർഹോത്രൻ ദ്രുമീളാഖ്യൻ ചമസനം പിന്നെ കരഭാജനൻ നവയോഗികൾ. ശ്രേഷ്ഠ ഭരണം ഭരതൻ നടത്തവേ ഭാരതമെന്നായി അജനാഭൻ കർമ്മഭൂ. ജ്ഞാനസ്വരൂപി ഋഷഭൻ സ്വതന്ത്രനായി ആനന്ദ കണ്ണീരൊഴുക്കും സ്മരണയാൽ ലൗകിക കർമ്മങ്ങൾ ചെയ്തു യഥാവിധി. മാതൃകയാക്കാൻ 4 ആശ്രമം വേണ്ട പോൽ. നിർവികാരൻ ശാന്തനെങ്കിലും ശ്രേഷ്ഠൻ്റെ കർമ്മം അനുകരിക്കാനും വിഷമമാം. സാമവും ദാനവും ഭേദവും ദണ്ഡവും രാജനീതി വേണ്ട പോലെ വഹിക്കയും. 100 യാഗം ചെയ്തു ദേവകൾ പ്രീതരായി ലോകർ സുഖം പൂണ്ടു സർവകാലത്തിലും. രാജാവിൽ സ്നേഹം വളർത്താൻ കൊതിച്ചവർ കണ്ടു പലപ്പോൾ പല ദേശമർത്യരെ. പിന്നെ ബ്രഹ്മാവർത്തൻ തന്നിൽ ചരിക്കവേ യാഗസത്രത്തിൽ നൃപൻ ചെയ്തു ഭാഷണം. ആത്മോപദേശം സുതർക്കും ജനത്തിനും ഭാഗവത തത്വം ദേഹമൂല്യങ്ങളും. ഭാരതത്തിൻ്റെ മഹിമയും മർത്യൻ്റെ കർത്തവ്യവും ഹരി ഭക്തി തന്മേന്മയും.
ഭാരതത്തിൻ്റെ മഹിമയും മർത്യൻ്റെ കർത്തവ്യവും ഹരിഭക്തി തന്മേന്മയും. ശ്രീകൃഷ്ണായ നമഃ. സ്കന്ധം 5 അധ്യായം 4 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം. അധ്യായം 5 ഋഷഭ ഉപദേശം. ഓം. ചൊല്ലി ഋഷഭൻ സദസ്സിനോടിങ്ങനെ, മർത്യ ശരീരം അതിശ്രേഷ്ഠം കാരണം, അന്ധക്കരണം മനോബുദ്ധ്യഹം ചിത്തം, നൽകും നമുക്ക് വിവേചന ബുദ്ധിയെ. ആഹാരനിഹാര മൈഥുന നിദ്രാദി ചെയ്യും മൃഗങ്ങളും ലോകവിധിബലാൽ, ദേഹപരോപകാരാർത്ഥമായി മാറ്റുകിൽ ആത്മജ്ഞനായി പരമാനന്ദം നേടിടാം. ആസക്തി വേണ്ട ധനപുത്ര കീർത്തിയിൽ, ശുശ്രൂഷുവായി ചെയ്യൂ ധർമ്മം മുമുക്ഷുവായി. സത്സംഗിയായി ദേവബ്രാഹ്മണ പൂജകൾ ചെയ്യാം സദാചാരനിഷ്ഠ ഹര്യർപ്പിതം. നിസ്സംഗിയായി ദൃഢവിശ്വാസിയായി മുനി, സത്യധർമ്മം ശുചിദാനം തപസ്വിയായി. കിട്ടിയതു കൊണ്ട് തൃപ്തനായും നരൻ, ദേഹമനോ ദുഃഖം തീർത്തും സഹിക്കുകിൽ. പൂർവജന്മത്തിലെ പ്രാരബ്ധമായവ കാണണം പാപം നശിക്കും തിദിക്ഷയാൽ. താനേ വരും സുഖം പുണ്യവും കീർത്തിയും, ബ്രഹ്മലയ ലക്ഷ്യമാക്കണം വൃത്തികൾ. ദേഹാഭിമാനം വെടിയണം മാനസം, ബന്ധിക്കണം ഹരിനാമത്തിൽ ലീലയിൽ. ജന്മത്തിൻ കാരണം മാനസമാകയാൽ, കാമാദിശത്രുവെ തീർത്തുമകറ്റണം. കർമ്മങ്ങളാൽ ഫലം തിന്നേണ്ടിയും വരും, സംസാരം തീർക്കാൻ തടസ്സവുമായി വരും. എല്ലാ സുഖത്തിനുമൊപ്പം വരും ദുഃഖം, ആകയാൽ കാമാദി വിട്ടിടണം നരൻ. ഞാൻ എൻ്റെ ബോധം അഹമൊക്കെ തീർക്കുവാൻ, എന്നിൽ ഗുരുവിൽ പരിചര്യ ചെയ്യണം. മാനാവമാനങ്ങൾ ശീതോഷ്ണദ്വന്ദ്വവും, ആവലാതിപ്പെടാതെന്നും സഹിക്കണം. ആത്മാവിനെ അറിയാനായി യമാദികൾ, മന്ത്രപൂർവം പ്രാണായാമവും ധ്യാനവും ശീലിക്കണം. ശ്രവണാദി നവഭക്തി, കാമ്യകർമ്മം വിട്ട് നിസ്സംഗനായി മുനി. എന്നും സമചിത്തൻ ഒപ്പം സമദൃഷ്ടി, ശാന്തനായി വൈരം വെടിയണം മാനവൻ. നീ നിൻ്റെ ഞാൻ എൻ്റെ ഭാവമില്ലെങ്കിലും, ചെയ്യണം കർത്തവ്യം പ്രാണൻ വിടും വരെ. ബ്രഹ്മചര്യം ശാസ്ത്രസാരാനുജീവിതം, ചിന്തകൾ കാടു കയറാതെ നോക്കലും. ആത്മാംശം തന്നെ ഞാൻ എല്ലാറ്റിലും, ഹരി സാക്ഷിയായും നിൽക്കും സാക്ഷിയിലേ വരും. ഞാനെന്ന അഹങ്കാരം തീർക്കുവാൻ നോക്കണം, എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിക്കണം ഇതി തോന്നണം. തുല്യം ജഗത്തിൽ ഹരി ഇഹ, ഏതിലും വാഴുന്നു വിഷ്ണുവിലേവരും. സത്സംഗം നേടണം ഒറ്റയ്ക്കു താമസം, ബ്രഹ്മചര്യം ചെയ്ത് ബ്രഹ്മത്തെ കാണണം. ഞാൻ ബ്രഹ്മമാണെന്നുറപ്പിക്കണം സ്ഥിരം, ചിത്തത്തെ തന്നേലൊതുക്കണം യോഗിയായി. ആത്മാവിൽ നിന്നും മനസ്സാണു ജീവനെ രണ്ടെന്നു തോന്നിച്ചു മോഹിപ്പിക്കുന്നത്. ആകയാൽ ശാന്തനായി സ്വസ്ഥനായി ഭക്തനായി, മായാജയത്തിനായി ചിന്തിക്കണം നരൻ. ശിഷ്യനെ കർമ്മങ്ങൾ ചെയ്യിക്കുവാൻ ഗുരു, പ്രേരിപ്പിക്കൽ അന്ധനെ വീഴ്ത്തലായി. മാറും പരമാത്മാവേറെ അകന്നുപോം, സംസാരം തീരില്ലവനും ഗുരുവിനും. ലോകജനം ശ്രേയസ് എന്തെന്നറിയാതെ, തമ്മിൽ വിരോധം പുലർത്തും സകലരും. കാമികൾ ദുഃഖത്തിൻ കാരണമന്യനിൽ വയ്ക്കും മുമുക്ഷുഭാവത്തെ മറന്നിടും. നേർവഴി കാട്ടാനൊരച്ഛനും അമ്മയും, രാജാ ഗുരു ദൈവം ഭർത്താവും ബന്ധുവും. യോഗ്യരല്ല സ്ഥാനം കൊണ്ടു നടക്കുവാൻ, ആത്മജ്ഞരാവാൻ വഴി കാട്ടണം ഗുരു. പഞ്ചഭൂതാത്മകമല്ലെൻ്റെ ഈ തനു, ശുദ്ധസത്വം തന്നെ ഹൃത്തും ശരീരവും. ആകയാൽ ഞാനും ഋഷഭനായി നിങ്ങളീ 100 പേരെന്നുടെ മാനസപുത്രരും. നിങ്ങൾ ഭരതന് സേവ ചെയ്യൂ, അത് എന്നും എനിക്കുള്ള പൂജയായി തീർന്നിടും. കല്ലിനേക്കാൾ വൃക്ഷം, പിന്നെ ഇഴജാതി, പിന്നെ മൃഗം, പിന്നെ മാനുഷർ ഭൂതവും. ഗന്ധർവർ സിദ്ധർ അസുരർ സുരർ, പിന്നെ ശ്രേഷ്ഠർ പ്രജാപതി, പിന്നീടു രുദ്രനും. പിന്നെ വിധി, പിന്നെ വിഷ്ണു മഹാദ്വിജർ. ശ്രേഷ്ഠക്രമം ചൊല്ലി ബ്രാഹ്മണമേന്മയും, ഹോമങ്ങൾ ചെയ്യുവതേക്കാളുമെൻ ഹിതം. ബ്രഹ്മജ്ഞർ കൂട്ട് കൊടുക്കുന്നതുത്തമം. അഗ്നിയും വിപ്രനും എൻ്റെ 2 മുഖം, വൈശ്യത്തേക്കാൾ വിപ്രരുണ്ണുന്നതെൻ ഹിതം. ബ്രാഹ്മണർക്കീ മേന്മ കിട്ടുവാൻ കാരണം, വേദജ്ഞരാണവർ ബ്രഹ്മതത്വജ്ഞരും. സാത്വികർക്കെന്നും ശമദമമുള്ളവർ, സത്യം ദയാ ക്ഷമ ശുദ്ധി തപസ്സുമായി. മോക്ഷത്തെ പോലും വരിക്കാത്തവർ സദാ തുഷ്ടരായി, അന്യർക്കുപകാരം ചെയ്യുവോർ.
പുത്രരെ നിങ്ങൾ അനുസരിക്കണമേ, വിപ്രരെ എന്നും നമിക്കണമെന്നെയും. സർവചരാചരം തന്നിലും ഞാനുണ്ട്, ഇന്ദ്രിയ വൃത്തികൾ അർപ്പിക്കൂ എന്നിലായി. നാമം ജപിച്ചും സ്മരിച്ചും കഥ കേട്ടും കാണണമെൻ ബിംബം. കൈകളാൽ സേവനം കാലാൽ പ്രദക്ഷിണം ചെയ്യണം നിത്യവും. എൻ്റെ തൃപ്പാദേ ശിരസാൽ നമിക്കണം. വാങ്മനക്കായത്താൽ 3 കർമ്മങ്ങളും നൽകണമെന്നും ഉപദേശം ചെയ്തുടൻ. രാജാവായി വാഴിച്ചു ശ്രേഷ്ഠൻ ഭരതനെ, പിന്നെ ഋഷഭൻ നടന്നു അലക്ഷ്യനായി. മൂകൻ ബധീരൻ ജഡൻ അന്ധൻ ഭ്രാന്തനായി, പ്രാകൃത വേഷത്തിൽ ഗ്രാമപുരങ്ങളിൽ. ചീത്ത ജനങ്ങൾ ശകാരിച്ചു മണ്ണിട്ടു, ഈച്ച കൊതു തൊട്ട് ദ്രോഹിച്ചു പ്രാണികൾ. ആജാനുബാഹു ബലിഷ്ഠകായൻ ഇത് ശ്രദ്ധിച്ചതേയില്ല. നഗ്നൻ സരസനായി ജ്ഞാനസ്വരൂപൻ അജഗര വൃത്തിയാൽ ആഹാര നിഹാരം ചെയ്തു ഒരേ സ്ഥലം. സ്ഥാനമില്ലെങ്കിലും ദേഹത്തിൻ തൂമണം ഹരേ ജ്ഞാനസ്വരൂപൻ അജഗര വൃത്തിയാൽ ആഹാര നിഹാരം ചെയ്തു ഒരേ സ്ഥലം. സ്നാനമില്ലെങ്കിലും ദേഹത്തിൻ തൂമണം യോജന 10 കടന്നു മഹാത്ഭുതം. നിസ്സംഗനായി പശുവൃത്തികൾ ചെയ്തും യോഗി അവധൂതൻ മട്ടിൽ ചരിക്കവേ. സിദ്ധികളൊന്നുമെടുത്തില്ല കാരണം ജീവിതം പാഠമാക്കാനായി ജനത്തിന്. സ്കന്ധം 5 അധ്യായം 5 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അവതാരത്തിന് അനവധി പ്രത്യേകതകളുണ്ട്. ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, ഈ മനസ്സ് കള്ളത്തരം കാട്ടും. അപ്പോൾ എന്നും പരോപകാരം മാത്രം ചെയ്യുക. എന്തും നേടിക്കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ വിതരണം ചെയ്യുക. ദാനമായിട്ടോ എങ്ങനെയായാലും കയ്യിലൊന്നും ബാക്കി ഉണ്ടാവരുത്. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധി കൂടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഋഷഭൻ്റെ പോലെ തന്നെ ശുദ്ധ സത്വനായിട്ട് തീരാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വലിയ ഉപദേശമാണ്. അതുകൊണ്ടാണ് ഋഷഭൻ ഒടുക്കത്തെ ആ ജീവിതം ഇപ്രകാരത്തിൽ വേണം എന്ന് നമുക്ക് അവധൂത വേഷത്തെ നഗ്നനായിട്ട് കല്ല് കടിച്ച് പിടിച്ച് നടന്നിട്ട് യാതൊന്നിലും ശ്രദ്ധിക്കാതെ കണ്ട്, മാനാവമാനമില്ലാതെ കണ്ട്, തുപ്പിയാലും മൂത്രമൊഴിച്ചാലും തല്ലിയാലും അവമാനിച്ചാലും ഒന്നും വിഷയമില്ലാതെ കണ്ട് ഒടുക്കം ആ ദേഹം ഹോമിക്കുന്നതായിട്ടുള്ള ഒരു രംഗം നമുക്കത് കേൾക്കാം. ഓം അധ്യായം 6. ഓം ശ്രീശുകൻ ചൊല്ലി മനമെന്നും ചഞ്ചലം വിശ്വസിക്കില്ല മനസ്സിനെ ജ്ഞാനികൾ. രുദ്രനു പോലും പിടിവിട്ട മാനസം മോഹിനി രൂപത്തിൽ മോഹിച്ചു പോയി പുര. പഞ്ചവിഷയത്തിൽ മോഹമുദിക്കുകിൽ നഷ്ടമാകും തപസ്സിൻ്റെ ഫലം തഥാ. യോഗികൾ കെട്ടിയിടും മനം ധ്യാനികൾ കാമക്രോധാദി കടക്കാതെ ശ്രദ്ധയിൽ. ജാരനെ കണ്ടാൽ മറക്കും ഭർത്താവിനെ പോലെ വിഷയത്തിൽ ചെന്നു വീഴും മനം. മോക്ഷ തടസ്സം വരാതെ നോക്കും സുധി ശ്രേഷ്ഠൻ ഋഷഭനും അന്യർക്കകന്നവൻ. 4 ആശ്രമം തീർന്നു 5 അവധൂതൻ. ചിത്തത്തെ ആത്മാവിൽ ബന്ധിച്ചു നിശ്ചലം. സൂക്ഷ്മദേഹം വിട്ടുപരതി ചിന്തയിൽ. വെങ്കം കുടകരാജ്യങ്ങളിൽ ഭ്രാന്തനായി കല്ലു കടിച്ചു നടന്നു വിവസ്ത്രനായി. നാവിൻ്റെ വൃത്തികൾ രണ്ടും തടയുവാൻ കാട്ടിൽ മുളകൾ ഉരസി പടർന്നുള്ള കാട്ടുതീയിൽ തൻ്റെ ദേഹവും മറ്റുള്ള പ്രാണികൾക്കും കൂടി മോക്ഷം കൊടുക്കുവാൻ ദേഹം ഹവിസാക്കി ഹോമിച്ചിതഗ്നിയിൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാവി കലിയുഗം തന്നിൽ ഋഷഭൻ്റെ ഭാവം അനുകരിച്ചിടും അർഹൻ എന്ന രാജാവ് താൻ തോന്നിയായി ജീവിക്കയും പാഖണ്ഡനായി നരകം തന്നിലെത്തിടും. ധ്യാനിയാകും വരെ ധർമ്മം ചരിക്കണം, കാലത്താലെത്തണം ശുദ്ധസത്വത്തിലായി. നമ്മളെ കർമ്മം ഉപേക്ഷിക്കണം, പിന്നെ കർമ്മം വിടാം മുക്തൻ ദേഹമുണ്ടെങ്കിലും. വേദവിരുദ്ധരായി വിപ്രേശ നിന്ദകർ അർഹശിഷ്യൻ നരകത്തിലായി പെട്ടുപോയി. ജ്ഞാനിയായി തീർന്നാൽ ഭഗവാനായി മാറിയാൽ കർമ്മം വിടയണം, വിഷയം മറക്കണം. ഇപ്പോൾ ഈ സമാധി വരുന്നത് വരെ അഷ്ടാംഗയോഗാദികൾ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പിഴച്ചാൽ അർഹനെ പോലെയാവും, അർഹൻ്റെ ശിഷ്യരെ പോലെയാവും. അങ്ങനെ വരരുത് എന്ന് പ്രത്യേകമായിട്ട് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്.
വേദവിരുദ്ധരായി വിപ്രേശനിന്ദകർ അർഹശിഷ്യർ നരകത്തിലായി പെട്ടുപോയി. ജ്ഞാനിയായി തീർന്നാൽ ഭഗവാനായി മാറിയാൽ കർമ്മം വിടയണം, വിഷയം മറക്കണം. ജംബുവിൽ ഭാരതം തന്നിൽ ഹരിയുടെ മംഗളഗീതം അവതാരലീലകൾ. ഒപ്പം പ്രിയവ്രത വംശം ഋഷഭനും സിദ്ധർക്കു കൂടി ഗുരു തന്നെ സർവഥാ. സിദ്ധികൾ വിട്ട ഋഷഭമാർഗങ്ങളെ ചിന്തിക്കുവാൻ പോലും ആർക്കു കഴിഞ്ഞിടും. വേദശാസ്ത്ര പശു വിപ്ര ഗുരുവായ സാക്ഷാൽ ഋഷഭചരിതം മനോഹരം. കേട്ടു പഠിച്ചു നിധിധ്യാസം ചെയ്യുകിൽ വാസുദേവരതി നേടും വിവേകികൾ. എന്നും നവഭക്തി കൊണ്ടു മനസ്സിനെ ശ്രീഹരി തന്നിൽ ലയിപ്പിക്കാം ഭക്തന്. മോക്ഷേച്ഛ പോലും മറക്കും കുരുദ്വഹ. പാണ്ഡവർ നിങ്ങളെ രക്ഷിക്കും കൃഷ്ണനായി. ഈശനായി, തോഴനായി, ബന്ധുവായി, ദാസനായി, ദൂതനായി, സൂതനായി യാദവൻ ശ്രീഹരി. എല്ലാം കൊടുത്തിടും മുക്തിയും ശ്രീഹരി. നൽകില്ല ഭക്തി നിയമമല്ലേ അത്. ആത്മജ്ഞനായി ശ്രേയോ മാർഗം നയിച്ചൊര സാക്ഷാൽ ഋഷഭനാം വിഷ്ണു നമോ നമ. നാലാശ്രമങ്ങൾ അവധൂതവേഷവും ജീവിച്ചു കാട്ടിയ കർമ്മങ്ങളൊക്കെയും ചിന്തകൾക്കപ്പുറം ലൗകികരോർക്കുകിൽ തന്നിടും മുക്തിദ പാഹിമാം പാഹിമാം. ചിന്തകൾക്കപ്പുറം ലൗകികരോർക്കുകിൽ തന്നിടും മുക്തിദ പാഹിമാം പാഹിമാം. സ്കന്ധം 5 അധ്യായം 6 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 3 അധ്യായങ്ങളെ കൊണ്ട് ഭരതചരിതം പറയണു. അതിനുശേഷം രഘുഗണ ഭരത സംവാദം ഉപദേശമായിട്ടും കേൾക്കാം. നമുക്ക് അടുത്തതിൽ കേൾക്കാം. സർവ